പെണ്ണെന്നു പറഞ്ഞ വർഗത്തിന്റെ തന്തയ്ക്കല്ല ഞാൻ വിളിക്കുന്നത്, എന്നെ ഈ കോലത്തിലാക്കിയ 15 വർഷങ്ങൾ എന്റെ വേസ്റ്റ് ആക്കിയ, 2 രാജ്യങ്ങൾ എന്നെ കൊണ്ട് കറക്കിയ, 5 വർഷം ഒരു പച്ചക്കറി സ്റ്റേറ്റിലാക്കിയ ഒരൊറ്റ പെണ്ണിനെ പറ്റിയാണ് എന്റെ ഈ പേജിലെ 297 പോസ്റ്റുകളും. റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ നാർസിസിന്റെ സൈക്കോ ലക്ഷണങ്ങൾ കണ്ട് ഓടി രക്ഷപ്പെട്ടോട്ടെ, എന്റെ ആ അവസ്ഥയിലേക്ക് നീ എത്താതിരിക്കട്ടെ നോർത്ത് പറഞ്ഞു പോകുന്നതാണ്, അല്ലാതെ കുടുംബം കലക്കാൻ വേണ്ടിയൊന്നുമല്ല. അതുപോലെ ഞാൻ 4000-ലധികം ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അതൊരു ഫേക്ക് സൈക്കോളജിസ്റ്റ് എന്ന പേരിലല്ല, ഇതുപോലത്തെ നാർസിസിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി പേര് എനിക്ക് കിട്ടിയ തേപ്പിന്റെ കഥയും ഞാൻ എങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ചു എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. സോ ഞാൻ ആ കഥ ഇവിടെ പറയാൻ പോവാണ്. പേടിക്കണ്ട, അവളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം വേറെ ആയിരിക്കും. കാരണം അവളെ ഓർത്തിട്ടല്ല, അവളുടെ കെട്ടിയവനെയും കൊച്ചിനെ ഓർത്തിട്ടാണ്. ചില സത്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. സോ ഇന്ന് മുതൽ അവളുടെ പേര് പതിവ്രത, സ്ഥലം വെടിവെച്ചാങ്കോവിൽ. ലാൻഡ് ഫോണിലും ഓർക്കുട്ടിലും തുടങ്ങി ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും അവസാനിച്ച ദുരന്ത തേപ്പ് കഥ ഇന്ന് തൊട്ട് ഞാൻ എന്റെ സബ്സ്ക്രിപ്ഷൻ ചാനലിൽ ഇട്ട് തുടങ്ങുകയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കഥ അറിയേണ്ടവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. വെബ് സീരീസിന്റെ പേര് വെടിവെച്ചാങ്കോവിലിലെ പതിവ്രത.